ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ പുതിയ സിലബസ് പ്രകാരമുള്ള 2024-25 കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. പ്രവർത്തനം 10 കഥ പറയാം. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇൻ്റഗ്രേഷൻ ഡേ 2 എന്നുള്ള ഭാഗത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ ഡേ 3യിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ്, അതായത് പ്രവർത്തനം 10 കഥ പറയാം. ചിത്രം നോക്കി കഥ എഴുതൂ. അപ്പോൾ ചിത്രം നോക്കിയിട്ട് കഥ ഉണ്ടാക്കാനുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആമയുടെ മുകളിൽ ഒരു തവളയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഹെഡിങ് ആമയും തവളയും എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു കഥ ഉണ്ടാക്കി എഴുതുകയാണ് വേണ്ടത്. കഥ തുടങ്ങുമ്പോൾ ഒരിടത്തൊരിടത്ത്, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു ആമയും മുയലും താമസിച്ചിരുന്നു, അല്ലെങ്കിൽ പണ്ടൊരിക്കൽ ഒരു ആമയും തവളയും ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ് കഥ തുടങ്ങേണ്ടത്. ഒരിടത്തൊരു ആമയും തവളയും താമസിച്ചിരുന്നു. തവള ഇങ്ങനെ ചാടിപ്പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ തവള എന്താണ്, ഒരു ഇലയെടുത്തിട്ട്, ചേമ്പിൻ്റെ ഇല പോലത്തെ ഒരു ഇലയെടുത്തിട്ട് തലയിൽ വെച്ചു അല്ലേ, മഴ കൊള്ളാതിരിക്കാൻ. അപ്പോൾ അതുവഴി നടന്നു പോകുന്ന ഒരു ആമയെ കണ്ടു. അപ്പോൾ അതുവഴി ഒരു ആമ നടന്നു പോകുമ്പോൾ തവളയെ കണ്ടു. തവളയോട് ആമ എന്തു പറഞ്ഞു? എൻ്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ തവള ആമയുടെ പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ ചിത്രം നോക്കിയിട്ട് ഒരു ചെറു കഥ ഉണ്ടാക്കി എഴുതുകയാണ് വേണ്ടത്. ആക്ടിവിറ്റി 11 ഐ ആം ബിഗു. കളർ ദി പിക്ചർ സ്യൂട്ടബ്ലി. ഈ പിക്ചറിന് കളർ ചെയ്യാനാണ്. ഫൈൻഡ് ദി ആൻസേഴ്സ് ആൻഡ് കളർ ദി പിക്ചർ സ്യൂട്ടബ്ലി. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം, എന്നിട്ടാണ് അതിന് കളർ ചെയ്യേണ്ടത്. 8 - 2 എത്രയാണ്? 6 അല്ലേ? 8ന്ന് 2 പോയാൽ 6 ആണല്ലേ? 8 നിന്ന് 2 പോയാൽ 6 അല്ലേ? അപ്പോൾ 6 എന്ന് കിട്ടുന്ന ഉത്തരത്തിനെല്ലാം എന്താണ്, റെഡ് കളർ കൊടുക്കുക. ഇവിടെ 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. അതിനെല്ലാം എന്താണ്, റെഡ് കളർ കൊടുക്കണം. അപ്പോൾ റെഡ് എടുത്തിട്ട് 6 എന്നുള്ളതിന് എല്ലാം എന്താണ്, റെഡ് കൊടുക്കുക. ഇവിടെയുണ്ട് 6, ഇവിടെയുണ്ട് 6. അപ്പോൾ 6ന് മാത്രം റെഡ് കൊടുക്കുക. നെക്സ്റ്റ് 14 - 7. 14ന്ന് 7 പോയാൽ അല്ലേ? 7 പോയാൽ എത്രയാണ്? 7 അല്ലേ? 14 വരകൾ ഇട്ടിട്ട് അതിന്ന് ഒരു 7 എണ്ണം അല്ലേ? 7 എണ്ണം പോയാൽ ബാക്കി 7. 14ന്ന് 7 പോയാൽ അല്ലേ? 14 ലൈൻസ് ഇടുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അതിന്നൊരു 7 മൈനസ് ചെയ്തല്ലേ? 1 2 3 4 5 6 7. 7 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ? ബാക്കി 7 ഉണ്ട് അല്ലേ? അപ്പോൾ 7 എന്ന് കിട്ടുന്നതിനെല്ലാം യെല്ലോ കളർ കൊടുക്കുക അല്ലേ? 7ന് എന്താണ്, യെല്ലോ കളർ. 7 ഇതാ ഇവിടെ ഉണ്ട്, ഇതിന് യെല്ലോ കളർ കൊടുക്കുക. അതുപോലെ 7 പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതിന് യെല്ലോ കളർ കൊടുക്കുക. നെക്സ്റ്റ് 9 - 5. 9ന്ന് 5 പോയല്ലേ? 9 ലൈൻസ്, 9 ഫിംഗേഴ്സ് എടുക്കുക. അതിന് 5 പോയാൽ 5 ഫിംഗേഴ്സ് പോയാൽ 4 അല്ലേ? അപ്പോൾ 4 എന്നുള്ളതിനൊക്കെ ബ്ലൂ കളർ കൊടുക്കുക. 9 ഫിംഗേഴ്സിന്ന് 5 പോയാൽ 4. അപ്പോൾ 4 എന്നുള്ളതിനൊക്കെ ബ്ലൂ കളർ. 4 എവിടെ? അപ്പോൾ 4 ഉള്ളതിനെല്ലാം ബ്ലൂ കളർ. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 4നെല്ലാം ബ്ലൂ കളർ കൊടുക്കുക. നെക്സ്റ്റ് 7 - 2. 7ന് 2 പോയാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5നെല്ലാം ഗ്രീൻ കളർ കൊടുക്കുക അല്ലേ? 5 എന്നുള്ളതിനെല്ലാം ഗ്രീൻ കളർ അല്ലേ? ഇവിടെയൊക്കെ ഗ്രീൻ കളർ കൊടുക്കുക. 5 ഉള്ളിടത്തൊക്കെ ഗ്രീൻ കളർ കൊടുക്കുക. നെക്സ്റ്റ് 6 - 3 അല്ലേ? 6 ഫിംഗേഴ്സിന്ന് 3 പോയാൽ ബാക്കി 3 ഫിംഗേഴ്സ് അല്ലേ ഉള്ളത്? 6ന്ന് 3 മൈനസ് ചെയ്താൽ 3. അപ്പോൾ 3ക്കൊക്കെ എന്താണ്, ബ്ലാക്ക് കളർ കൊടുക്കുക. 3 എന്നുള്ളിടത്തൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുക. 3 ഉള്ളതിനൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുക. 5 ഉള്ളതിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുക. ഓരോ ആൻസർ കിട്ടിയത് അതിന് അനുയോജ്യമായിട്ടുള്ള കളറുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ കളർ കംപ്ലീറ്റ് ചെയ്യുക. പ്രവർത്തനം 12 ബിഗുവിൻ്റെ ഡയറി വായിക്കൂ. അപ്പോൾ ബിഗുവിൻ്റെ ഒരു ഡയറിയാണ് ഇവിടെ തന്നത്. ഇതുപോലെ നിങ്ങളുടെ ഡയറി, എൻ്റെ ഡയറിയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ബിഗുവിൻ്റെ ഡയറി എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ നിങ്ങൾ ആദ്യം എന്തൊക്കെ ചെയ്തു അല്ലേ? ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ടു. ഞാൻ ഉണർന്നു താഴേക്ക് നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു. തവള ആമയുടെ പുറത്തിരുന്ന് നിലവിളിക്കുന്നത്. തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്നു നിൽക്കുന്നു. മുന്നിൽ എന്താണ്, ഒരു മുതല വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. ബും ബും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചോടി. തവളയും ആമയും ചിരിച്ചു. അപ്പോൾ തവളയുടെയും ആമയുടെയും കഥ ഉണ്ടാക്കാനുള്ളത് ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് കഥ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നോക്കി എഴുതാനുള്ള കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് നോക്കി എഴുതാം അല്ലേ കഥ. ഇതുപോലെ ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ചെയ്തത്? എൻ്റെ ഡയറി, ഞാൻ രാവിലെ എഴുന്നേറ്റു, എന്തൊക്കെ എവിടെയൊക്കെ പോയി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അല്ലേ? എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടു,
പോകുന്ന വഴിക്ക് എന്തൊക്കെ കണ്ടു, അല്ലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഡയറി ആയിട്ട് ഇവിടെ എഴുതുക. പ്രവർത്തനം 13 3 പൂക്കൾ വായിക്കൂ വരച്ച് ചേർക്കൂ. 3 പൂക്കൾ ഇവിടെ തന്നിട്ടുണ്ട്. തുമ്പയുണ്ട്, ചെമ്പരത്തിയുണ്ട്, പിന്നെ ആരാളുള്ളത്, മല്ലികയുണ്ട്. അപ്പം അതിന് യോജിച്ചത് വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. 5 ഇതൾ ഉണ്ട്. 5 ഇതളുകളുള്ളത് ഇതിലേതാണ്? തുമ്പയാണോ, ചെമ്പരത്തിയാണോ, മല്ലികക്കാണോ? ചെമ്പരത്തിക്കാണ് 5 ഇതളുകളുള്ളത്. 1 2 3 4 5 5 ഇതളുകളുള്ളത് ചെമ്പരത്തിയാണ്. അതിലേക്ക് യോജിപ്പിക്കുക. ഇനി കുഞ്ഞു പൂവ്, ഇതിലേതാണ് കുഞ്ഞു പൂവ്? ചെമ്പരത്തിയാണോ, മല്ലികയാണോ, തുമ്പയാണോ? ഇതല്ലേ ചെറിയ പൂവ്, കുഞ്ഞു പൂവ് തുമ്പക്കാണ്. അപ്പോൾ തുമ്പയാണ് കുഞ്ഞു പൂവ്. ഇനി വെള്ള നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂവ് ഏതാണ്? വെള്ള നിറത്തിൽ ഏതാണ്? തുമ്പയാണ് അല്ലേ. ചെമ്പരത്തി പല കളറിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. ചുവന്ന ചെമ്പരത്തിയുണ്ട്, ഓറഞ്ച് ചെമ്പരത്തിയുണ്ട്, മഞ്ഞ ചെമ്പരത്തിയുണ്ട്, അതുപോലെ മല്ലികയും പല കളറിലുണ്ട്. വെള്ള നിറത്തിൽ മാത്രം കാണുന്നത് തുമ്പയാണ്. അപ്പോൾ തുമ്പയിലേക്ക് യോജിപ്പിക്കാം. ഒരു ഇതളുള്ള പൂവ് ഏതാണ്? ഇതിൽ കുറേ ഇതളുണ്ട് പൂക്കളിൽ അല്ലേ. ഇതിനൊക്കെ കുറേ ഇതളുണ്ട്, ഇതിന് മാത്രം ഒറ്റ ഇതളേ ഉള്ളൂ അല്ലേ. ഒരു ഇതൾ പൂവ്, അപ്പോൾ അതും തുമ്പയാണ്. നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ചെമ്പരത്തി എന്താണ്? ചുവപ്പ് കളറാണ്. വെള്ളത്തിൽ കളിക്കാൻ ചുവപ്പ് കളറാവും ഇല്ലേ. നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ചെമ്പരത്തിയാണ്. പല നിറത്തിൽ കാണുന്നത് തുമ്പ മാത്രം വെള്ള നിറത്തിലാണ്. ചെമ്പരത്തി പല നിറത്തിലുണ്ട്, മല്ലികയും പല നിറത്തിൽ കാണാറുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിലേക്ക് നമുക്ക് പല നിറത്തിൽ കാണാം എന്നുള്ളത് യോജിപ്പിക്കാം അല്ലേ. ചുവന്ന ചെമ്പരത്തി മഞ്ഞ, ഓറഞ്ച്, അതുപോലെ മല്ലികയും ഓറഞ്ചും മഞ്ഞ കളറിലൊക്കെ പല നിറത്തിൽ കാണാം. അപ്പോൾ ഇത് രണ്ടും പല നിറത്തിൽ കാണാം. ധാരാളം ഇതളുകളുള്ളത് ഏതാണ്? ഇതിനല്ലേ ധാരാളം ഇതളുകളുള്ളത്. ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം കുറേ ഇതളുകളുണ്ട്. അപ്പോൾ ധാരാളം ഇതളുകളുണ്ട് എന്നുള്ളത് മല്ലികയാണ്. ഇനി വലിയ ഇതളുകൾ അല്ലേ, ഇതിനല്ലേ വലിയ ഇതള്, ഇതിനേക്കാളും വലിയ ഇതളുകളുള്ളത് ചെമ്പരത്തിക്കാണ്. അപ്പോൾ അത് അതിലേക്ക് മാച്ച് ചെയ്യാം. ഇത്രയാണ് ഈ പൂക്കളുടെ പ്രത്യേകതകൾ. ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം, പുതിയ സിലബസ് മാറിയതിന് ശേഷമുള്ള കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റുള്ള വിഷയങ്ങളുടേത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻ്റഗ്രേഷൻ ഡേ 1ഉം ഇംഗ്ലീഷുമെല്ലാം ആൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ക്ലാസ് 1 ക്രിസ്മസ് എക്സാം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.